ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു പട്ടിക്കുട്ടി ഉള്ളത് ഞാൻ നിങ്ങളോട് ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. ഇത് കൂർക്ക കൃഷിയുടെ എന്തോ ഒരു ടിപ്സ് കാണിക്കുന്ന വീഡിയോയിലാണ്. അതിൻ്റെ അവസാനമായിട്ട് ഞാനൊരു പട്ടിക്കുട്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ സ്റ്റോറി പറയാമെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട്, അതായത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഈ പട്ടി അല്ലെങ്കിൽ പൂച്ച ഇതിനൊന്നും അങ്ങനെ വളർത്തത്തില്ല. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും അധികം ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട്, പുള്ളിക്ക് മാത്രം ഇങ്ങനെ പട്ടികൾ അതിനോടൊക്കെ ഇങ്ങനെ ഇച്ചിരി കൊഞ്ചിക്കലും അതൊക്കെ ഇഷ്ടമാണ്. ബാക്കി ഞങ്ങൾ വീട്ടിൽ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല. നമ്മളങ്ങനെ വീട്ടിൽ പട്ടിയെ വളർത്തുകയോ പൂച്ചയെ വളർത്തുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെയൊക്കെ വീടിന് അപ്പുറം ഇപ്പുറം ഒക്കെ തന്നെ പട്ടിയും പൂച്ചയും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ വളർത്താറില്ല. ഇപ്പം ഞാൻ പല സമയത്തും വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പട്ടിയുടെയൊക്കെ കൊര. അത് ഈ നമ്മുടെ അപ്പുറത്തൊക്കെ തന്നെ വീടുകളിൽ പട്ടിയൊക്കെ ഉണ്ട്. പിന്നെ പൂച്ചയാണെങ്കിൽ ഇവിടെ ഭയങ്കര ശല്യമാണ്. പൂച്ച കുറേ വീട്ടിൽ പൂച്ച വളർത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ ആടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആടും ആട്ടിൻകുട്ടിയൊക്കെ ഇങ്ങനെ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് ആട്ടിൻകുട്ടിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് ഞാൻ കുഞ്ഞിലെയൊക്കെ അതിനെയൊക്കെ എടുത്ത് ഉറക്കിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആടിനെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ പട്ടി പൂച്ച എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഈ പൂച്ചയുടെ ശല്യം ഭയങ്കരമാണ്. നമ്മൾ ഈ കറിയൊക്കെ വെക്കുന്നതൊക്കെ നമ്മൾ ആരും അടുക്കള ഇല്ലാത്ത സമയത്തൊക്കെ വലിഞ്ഞു കയറി വന്ന് കറി എടുക്കാനും ഒക്കെ തട്ടിപ്പറിക്കാനും ഒക്കെ ആയിട്ട് പൂച്ച വരും. അങ്ങനെ പൂച്ചയുടെ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പൂച്ചയും എല്ലാം തന്നെ ഓടിക്കും. പിന്നെ ഈ ഒരു മാസം മുന്നേ, അതായത് കന്നിമാസമൊക്കെ ആണല്ലോ ഈ പട്ടികളൊക്കെ ഈ കൂടുതലായിട്ട് അതിൻ്റെ പ്രജനനം നടത്തുന്നത്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇവിടെ ഭയങ്കര പട്ടിയുടെ ശല്യമായിരുന്നു. അപ്പം നമ്മൾ അത് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇതിങ്ങനെ വന്ന് കിടന്നിട്ട് നമ്മുടെ ഒരു ഓപ്പണായിട്ട് കിടക്കുന്ന സിറ്റ് ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വന്ന് കിടന്നിട്ട് അവിടെ എല്ലാം രോമമാക്കി മൂത്രം വരെ ഒഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഭയങ്കര വൃത്തികേടാക്കും. ഇപ്പം നമ്മൾ അവിടെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം അങ്ങനെ രാത്രിയിൽ അങ്ങനെ വരവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ പലപ്പോഴും ഉറക്കം കെട്ടൊക്കെ എഴുന്നേറ്റ് ചെന്ന് അതിനെ ഓടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഈ പട്ടി എന്ന് പറഞ്ഞ സാധനത്തിനേ ഇഷ്ടമല്ല. അങ്ങനെ ഒരിക്കലിരിക്കുന്ന സമയത്താണ് നല്ലൊരു മഴയുണ്ട്. അതായത് ഈ ഒരു മാസം മുന്നേ അന്നൊരു ചെറിയ മഴ ഒരു സീസണായി വന്ന ഒരു സമയത്ത് വൈകുന്നേരം ഒരു ചെറിയൊരു മഴയുടെയൊക്കെ ആ ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പട്ടി നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഒരു വിറകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു കുഞ്ഞ് ഷെഡ് പോലെയുണ്ട്. അതിൽ നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളും ഇതൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടോട്ടൊരു പട്ടി ഇങ്ങനെ ദിവസവും ഇങ്ങനെ 2 ദിവസമായിട്ട് അതിങ്ങനെ വരുന്നത് കാണാം. അപ്പം ഞാൻ അതിനെ ഓടിക്കും. അപ്പോൾ എൻ്റെ മുറിയിലിരുന്നാൽ ആ ഒരു ഷെഡ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഓടിക്കും. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് രാത്രിയിൽ ഒരു മഴയാണ്, രാത്രിയിൽ മഴ പെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പട്ടിയുടെ എന്തോ ഒരു കരച്ചിൽ കേട്ടു. അപ്പം ഇങ്ങനെ ഓരിയിടുന്ന ശബ്ദം കേട്ടു. അപ്പം ഞാൻ അതിനെന്തോ പറഞ്ഞിട്ട് ഞാൻ കിടന്നു. പിന്നെ ശബ്ദം അങ്ങനെ കേട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കിയ സമയത്ത് നമ്മുടെ ആ ഒരു ഷെഡിലുണ്ട് 3 പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അപ്പോൾ വീട്ടിൽ അന്നേരം വേറെ ആരും കണ്ടില്ല, ഞാനാണ് കണ്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞതുപോലെ പട്ടിക്കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് 3 എണ്ണം. 2 കറുത്ത പട്ടിക്കുട്ടിയും ഒരു ബ്രൗൺ കളറിലെ ഒരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിനെ എന്തായാലും അധികം വൈകി നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം. അമ്മയ്ക്കും പട്ടിയൊന്നും വലിയ ഇഷ്ടമല്ല. എന്നിട്ടും അമ്മ പറഞ്ഞു 2-3 ദിവസമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കതിനെ ഓടിക്കാം, കുഞ്ഞു പട്ടിക്കുട്ടികളല്ലേ എന്ന് അമ്മ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ഈ പട്ടിയും പൂച്ചയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്തോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിങ്ങനെ കിടന്നുറങ്ങുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പം അതിലൊരു പട്ടിക്കുഞ്ഞിനെ കാണുന്നില്ല. അപ്പം മനസ്സിലായി അത് ചത്തുപോയി എന്നുള്ളത്. അങ്ങനെ അടുത്ത ദിവസം നോക്കിയ സമയത്ത് വീണ്ടും 2 പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അതിൽ ഒരു കറുത്ത പട്ടിക്കുട്ടി വീണ്ടും അതും ഇങ്ങനെ വയ്യാത്ത പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതും ചാവാറായതാണ്. അപ്പോൾ ഈ ബ്രൗൺ കളറിലെ പട്ടിക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ പുറത്തെല്ലാം കയറിയിട്ട് അതിനെ ഇങ്ങനെ അതിനെ ഇങ്ങനെ അങ്ങ് അനക്കിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പം അതൊന്നും അനങ്ങുന്നില്ല. അപ്പം അങ്ങനെ പിറ്റേ ദിവസം കഴിഞ്ഞ സമയത്ത് അതിനെയും കാണുന്നില്ല. അങ്ങനെ ഈ ഒരു ബ്രൗൺ കളറിലെ പട്ടിക്കുട്ടി മാത്രമായി. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയും അത് ചത്തിട്ടപ്പം ഈ തള്ളപ്പട്ടി അതിനെ എവിടെയോ കൊണ്ടിട്ടെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പം അങ്ങനെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ അതിനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, പട്ടിക്കുട്ടി അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അതിന് കണ്ണൊന്നും കാണുന്നില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ പട്ടിയെയും പൂച്ചയൊന്നും അങ്ങനെ വളർത്താത്തത് കൊണ്ടും അതിനെയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും
എനിക്ക് തോന്നിയത് അതിൻ്റെ കണ്ണ് കാണുന്നില്ല. കാരണം എനിക്ക് നോക്കിയപ്പോൾ അതിൻ്റെ കണ്ണൊട്ടും ഇങ്ങനെ കൺപോള ഇങ്ങനെ അടഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അപ്പോൾ എനിക്ക് അതിനോട് എന്തോ ഒരു കഷ്ടം തോന്നി. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ തള്ളപ്പട്ടി കാണുവാണെങ്കിൽ ഒരു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുന്നതാണല്ലോ എന്ന് വെച്ചിട്ട് തള്ളപ്പട്ടി ഒന്ന് അനങ്ങാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അത് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ബാക്കിൽ 2 കാലിങ്ങനെ ഇങ്ങനെ ഏന്തി പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇതിന് വൈകല്യമായിട്ടുള്ള പട്ടിക്കുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കണ്ണും തുറക്കുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനെ ഒന്ന് നടത്തിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ വെയിലുള്ള സമയത്ത് അത്യാവശ്യം രാവിലെയൊക്കെ, അത്ര വലിയ വെയിലല്ല, ഒരു രാവിലെയൊക്കെ വെയിലാവുന്ന സമയത്ത് അതിനെ ഞാൻ വെയിലത്ത് കൊണ്ടിടും. അപ്പോൾ അത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു പോകും. ഫ്രണ്ടിലെ 2 കൈക്കും കുഴപ്പമില്ല, പക്ഷേ 2 കാലുകൾക്കും എന്തോ വൈകല്യമുള്ള പോലെ തോന്നി, ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു. അപ്പോഴും ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ കണ്ണ് മാത്രം വിരിയുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അയ്യോ അമ്മ, ഇത് അന്ധനായിട്ടുള്ള ഒരു കണ്ണൊന്നും കാണാത്ത പട്ടിക്കുട്ടിയാണ്, അപ്പോൾ നമുക്ക് കഷ്ടം തോന്നുന്നു. അപ്പോൾ അമ്മയും പറഞ്ഞു, എന്നാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനെ വിടാം, അതിനെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ അങ്ങ് വിടാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന് ഇങ്ങനെ ശ്രദ്ധിക്കാറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അമ്മ പട്ടി വന്ന് അതിന് പാല് കൊടുക്കും, അത് പോവും. പിന്നെ ഞാൻ അങ്ങനെ എടുക്കുന്ന സമയത്തൊന്നും അതിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെയിലത്ത് കൊണ്ടിടും. അപ്പോൾ അതിന് വെയിലത്തിട്ട് ഇടുന്ന സമയത്ത്, അത് കരയുന്ന സമയത്ത് തള്ളപ്പട്ടി വന്ന് അതിനെ എടുത്തുകൊണ്ട് പോവും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് അപ്പോൾ എനിക്ക് വല്ലാത്ത കഷ്ടം തോന്നി. ഇത് ഒട്ടും കണ്ണ് കാണുന്നില്ല, അത് കണ്ണ് വല്ലാതെ തുറക്കാൻ നോക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ കാലിനൊക്കെ വൈകല്യമായപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ചത്, ഈ പട്ടിക്കുട്ടി ഇവിടെ ഉണ്ടോ, ഇങ്ങനെ പട്ടി പ്രസവിച്ചോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ പട്ടിക്കുഞ്ഞുണ്ടായി, അതിന് വലിയ കണ്ണ് കാണാത്ത പട്ടിക്കുഞ്ഞ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചാണ് കേട്ടോ, അതിന് വലിയ വൈകല്യമൊക്കെയാണ്, കാലൊന്നും ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഈ പട്ടിക്കുട്ടി, അതായത് ഞാൻ ഇതിന് കാലിനൊക്കെ വയ്യാതായല്ലോ, അപ്പം ഞാൻ ഈ കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. കാലിൽ, അതിൻ്റെ വീക്ക്നെസ് ഉള്ള കാലിലൊക്കെ അങ്ങോട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അത് കരയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കഷ്ടം, ഇനി കണ്ണ് കാണാത്ത പട്ടി ഇനി അങ്ങനെ കാലിൻ്റെ വൈകല്യമൊക്കെ മാറിയിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസവും ഞാൻ ചെന്നിട്ട് കാലിനൊക്കെ എക്സസൈസ് ഒക്കെ. അപ്പം ഞാനാണെങ്കിൽ ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുറക്കാനായിട്ടൊക്കെ നോക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴേ ഇതിൽ ഒട്ടും അങ്ങോട്ട് തുറക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, കഷ്ടം, പാവം പട്ടിക്കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തുറക്കാനായിട്ടൊക്കെ നോക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ ഇതിന് കണ്ണിൻ്റെ ഇവിടെയായിട്ട് വെള്ളം പോലെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു പിറ്റേ ദിവസമായപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട്, ഇതിൻ്റെ നമ്മൾ പാവക്കുട്ടിയുടെ ഒക്കെ കണ്ണുകൾ ഇങ്ങനെ കിടന്ന് ആടത്തില്ലേ, അതുപോലെ ഉണ്ട് ഇതിൻ്റെ 2 കണ്ണുകളും കിടന്ന് ഇങ്ങനെ നല്ല ആടി ഇങ്ങനെ തുറന്ന് പട്ടിക്കുട്ടി ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് തലയിൽ കത്തിയത്. ഈ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, ഇതിന് കണ്ണ് വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെയൊക്കെ കണ്ണ് വിരിയാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. പക്ഷെ എന്നാലും ഒരു 2 ആഴ്ച കൂടുതൽ അതിൻ്റെ കണ്ണ് വിരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ എവിടെയോ ഇങ്ങനെ ഒതുങ്ങി കിടക്കുമായിരുന്നു ഈ പട്ടിക്കുട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെ കണ്ണ് വിരിയാഞ്ഞത് കൊണ്ടാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ കണ്ണിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വിടർത്തി കൊടുക്കാൻ നോക്കിയിട്ടെങ്ങാനും തുറന്നു വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ 2 കണ്ണും തുറന്നു വന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഇനി ഇവിടുന്ന് ഇതിനെ കെട്ടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഷ്ടമല്ലേ, ഇച്ചിരി കുറച്ച് നാളും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിനെ വിടാം. എനിക്ക് അങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ അതിനെന്തോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊന്ന് ഓമനിക്കാൻ തോന്നിയൊരു പട്ടിക്കുട്ടി. അങ്ങനെ ഈ പട്ടിക്കുട്ടിയാണെങ്കിൽ അതിന് പിന്നെ നമ്മൾ വീട്ടിലെന്തെങ്കിലും ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പായസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും. ഒരു ദിവസം പായസമൊക്കെ കൊടുത്തത് ഭയങ്കരമായിട്ട് കഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് നമ്മുടെ ഈ സാധാരണ പിള്ളേരുടെ മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ, അതായത് ഇപ്പം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ തല ഉറയ്ക്കുക, അത് കഴിഞ്ഞിട്ട് അത് കമിഴ്ന്ന് വീഴുക, പിന്നെ ഇരിക്കുക, നടക്കുക, അതൊക്കെ അവരുടെ മൈൽ സ്റ്റോൺസ് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മൃഗങ്ങൾക്കും എന്നുള്ളത് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. നമ്മളങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ പട്ടിക്കുട്ടി പതുക്കെ, ഈ വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാലാണെങ്കിൽ ഇത് പതുക്കെ നടക്കാൻ തുടങ്ങി.
ഓരോ ദിവസം ഇപ്പോൾ ഈ ഒറ്റൊരു പട്ടിക്കുട്ടിയുള്ളല്ലോ, ബാക്കി പട്ടിക്കുട്ടികളെല്ലാം ചത്തും പോയല്ലോ. അപ്പോൾ ഈ ഒരു പാല് മൊത്തം കുടിക്കുന്ന ഈ പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇത് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് പതുക്കെ ഇരിക്കാൻ തുടങ്ങി. അതിന് മുന്നേ അതിൻ്റെ തലയൊക്കെ ചെറുതായിട്ടൊരു ആട്ടം ഉണ്ടായിരുന്നു. അത് പിന്നെ കുറച്ച് കുറച്ച് ഒരു സ്റ്റഡി ആയിട്ട് വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ അത് ഇരിക്കാൻ തുടങ്ങി. ഇരിക്കുമ്പോഴൊക്കെ ചില സമയത്ത് വീഴും, പിന്നെ അത് ഇരിക്കും. അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാനാണെങ്കിൽ വന്ന് ഒരു ഇരിപ്പൊക്കെ കാണാൻ നല്ല രസമാണ് അതിനെ കാണാനൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഒരു എന്താണ് ഒരു പട്ടിക്കുട്ടിയോട് എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഈ ഒരു പട്ടിക്കുട്ടിയുടെ സ്റ്റോറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഈ പട്ടി പൂച്ച അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ പട്ടിക്കുട്ടി ഉണ്ട്. പക്ഷേ എന്താണ് കഥ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പട്ടിക്കുട്ടി ഓരോരോ കുറുമ്പുകൾ കാണിക്കും. അത് ഞാൻ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ പട്ടിക്കുട്ടിയാണെങ്കിൽ ഒരു ദിവസം എന്തോ ഒരു തലയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും അത് എന്തെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണോ എന്നൊക്കെ ഉള്ളത്. അതിങ്ങനെ തനിയെ നിൽക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു വിടവിൽ ഇന്ന് രാത്രിയിലാണെങ്കിൽ അതിരുന്ന് കരയും. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അതിനെ പോയി എടുക്കും. എവിടെയെങ്കിലും ഒരു കസേരയുടെയോ അടിയിലെങ്ങാണോ ഒക്കെ പോയി ചെന്ന് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കും. അപ്പോൾ പോയി എടുക്കും. അങ്ങനെ ഒരു ദിവസം നോക്കിയ സമയത്ത് അതിനെ കാണുന്നില്ല. അങ്ങനെ ആ നോക്കിയ സമയത്തുണ്ട് ഒരു മറ്റേ പെയിൻറ്റിൻ്റെ ഒരു ചെറിയ പാട്ട കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് പുള്ളി കിടക്കുകയാണ്. അതായത് ഈ ഒരു വയറിൻ്റെ ഭാഗം ഇത്രയും ഇതിനകത്ത് കയറി ആ ഒരു ഡപ്പയ്ക്കകത്ത് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ ബാക്കി ഭാഗം മാത്രം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അതിനെ എന്തെങ്കിലും കൊന്നത് ആണോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. എന്നാലും ഒരു ധൈര്യത്തിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ആ പാട്ടയുടെ പകുതി ഭാഗത്തും അത് ഇങ്ങനെ പാട്ട ഫുള്ളായിട്ട് ഇങ്ങനെ കമിഴ്ത്തിയിട്ട് ഒരു കൊച്ചു കുട്ടികൾ ഓരോ കുസൃതികൾ കാണിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് പകുതി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചത്ത് കിടക്കണം. നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു പാൽപേഷൻ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അപ്പം ഞാൻ ചാവറായി കിടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ചെറുതായിട്ട് ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഡപ്പയൊന്ന് വലിച്ചൂരി വന്നപ്പോഴാണ് ആള് ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ കണ്ണ് പിടിച്ച് എന്നെ നോക്കിയിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരി വന്നു. അതിൻ്റെ ആ ഒരു നോട്ടം ഇങ്ങനെ അത് ഏതോ ഒരു ലോകത്തിരിക്കുന്നത് പോലെയാണ് അത് ഇരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു CPR പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കോട്ടുവായൊക്കെ ഇട്ട് എണീറ്റ് നടന്നു തുടങ്ങി. അങ്ങനെ ഓരോരോ കുസൃതികൾ കാണിക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും. അതൊക്കെയാണ്. നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഥ തുടങ്ങാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, ഈ നമ്മൾ മനുഷ്യരുടെ കൂട്ടല്ല, മനുഷ്യരെക്കാളും ബുദ്ധിയുണ്ടല്ലോ ഈ മൃഗങ്ങൾക്ക്. ഇപ്പോൾ ഈ തള്ളപ്പട്ടിയാണെങ്കിൽ ഈ പട്ടിക്കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പം ഇതിന് കുറച്ച് സ്ഥലം വരെയൊക്കെ അതിന് പോകാനറിയാം. ബാക്കി അതിനെ ദിവസം ട്രെയിനിങ് ആണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഈ തള്ളപ്പട്ടിയാണെങ്കിൽ ഈ പട്ടി കുഞ്ഞിനെയും കൊണ്ട് റോഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം വരെ അതിനെ പഠിപ്പിച്ചു. ഇപ്പം പട്ടിക്കുട്ടി തനിയെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നാണ് കിടക്കുന്നത്. അപ്പം എന്നിട്ട് ഒരു ദിവസം അമ്മ പറയുന്നത് കേട്ട് രാവിലെ ഈ പട്ടി റോഡിൽ നിന്നിട്ട് ഈ പട്ടിക്കുഞ്ഞിനെ വിളിക്കുന്നു. അപ്പോൾ പട്ടിക്കുട്ടി പോകുന്നില്ല. അപ്പോൾ അത്രയും വരെ ട്രെയിനിങ് ആയി. അപ്പം ഇവിടുന്ന് അധികം താമസിയാതെ എന്തായാലും പട്ടിക്കുട്ടി പോവും. അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്തോ ഒരു അതിനെ എടുക്കാനായാലും ഒക്കെ എന്തോ ഒരു ഓമനത്വം തോന്നി. എനിക്ക് അങ്ങനെ ഒന്നിനും ഇഷ്ടമല്ല, ബട്ട് എന്തോ ഒരു നല്ല രസം. നമ്മൾ വിളിച്ചാലൊക്കെ അത് വരും. ഫുഡൊക്കെ കൊടുക്കാനാണെങ്കിലും ഓടി വരും. നല്ല രസമാണ്. പിന്നെ ഞാൻ അതിന് ഈ ഇടയ്ക്ക് ഒന്ന് കുളിപ്പിച്ചായിരുന്നു. ദേഹത്തൊക്കെ മൊത്തം ചെള്ളാണ്. എനിക്ക് എന്തോ ഒരു കഷ്ടം തോന്നി, ഭയങ്കരമായിട്ട് ചെള്ള്. നമുക്ക് എങ്ങനെയാണ് പട്ടിയുടെ അത് കുളിപ്പിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ചെറിയ ഷാമ്പു ഉണ്ടായിരുന്നു. അധികം വലിയ കെമിക്കലൊന്നും അല്ലാത്തൊരു നല്ലൊരു ഷാമ്പു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടൊന്ന് അതിനെ ഒന്ന് കുളിപ്പിച്ചു. അപ്പം അന്ന് അത്യാവശ്യം നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് കുളിപ്പിച്ചപ്പോഴൊന്നും ആദ്യം വലിയ കരച്ചിലൊന്നുമില്ല കേട്ടോ, നല്ല സുന്ദരനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പം ഞാനിനി അവൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. അമ്മ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നൊന്ന് നോക്കിയതാണേ. അപ്പോഴാണ് ഒരാൾ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഓരോരോ തടിയുടെയും ഓരോന്നിൻ്റെയൊക്കെ വിടവിലാണ് അവൻ്റെ കിടത്തവും ഇരുത്തവും ഒക്കെ എല്ലാം. എപ്പോഴും ഇതിനൊരു സപ്പോർട്ട് വേണം. എന്തിൻ്റെയെങ്കിലും തലയൊക്കെ വെച്ചിരിക്കാനാണെങ്കിലും ഒരു സപ്പോർട്ടിൽ ഇവൻ ഇരിക്കത്തുള്ളൂ. ശരിക്കും മനുഷ്യ പിള്ളേരുടെ കൂട്ടൊക്കെയാണ് ഇത്. പിന്നെ നമ്മളെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്, വിവരമുണ്ട്. ഇത് വേറൊരു പൊസിഷൻ.
ഇങ്ങനെ പലതരം പൊസിഷനാണ് ഇവനുള്ളത്. ഇതിപ്പോൾ ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ചായിരുന്നു. അന്നപ്പം അവൻ നല്ല ഉറക്കമാണ്. ഈ കൊച്ചു പിള്ളേരുടെയൊക്കെ കൂട്ട് തന്നെ നല്ല ഉറക്കമാണ്. അതിൻ്റെ രോമമൊക്കെ നല്ലൊരു ഷൈനിങ് ആയിട്ട് ഇരിപ്പുണ്ട്. അഴുക്കൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ, കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കൂ. എന്താ കണ്ണ് കുത്തി കീറിയാടാ നിൻ്റെ? ഇതെന്താ പറ്റി? നാടാ ബാ 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 ബാ. അയ്യോ എൻ്റെ കാലേ വരുന്നേ. അയ്യോ എൻ്റെ കാല് കടിക്കുന്നേ. അയ്യോ അയ്യോ. വേഗം തിന്നെ. കൊള്ളാമോടാ ഇത്? നല്ല ചോറാണോ? മീനൊക്കെ വാങ്ങുന്ന സമയത്ത് അതൊക്കെ ചോറിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാനായിട്ട്. ഇവൻ്റെ വേറൊരു പരിപാടിയാണിത്. ഇതിൻ്റെ കൃഷിയൊക്കെ ഇവൻ നശിപ്പിച്ചു. അവിടെ എന്താണ് പരിപാടി? അവിടെ എന്തെടുക്കുക? ഡാ ഇങ്ങോട്ട് വാടാ. ഇവിടെ വരൂ. അയ്യോ എൻ്റെ കൂവയെല്ലാം നശിപ്പിക്കുന്നേ. അയ്യോ അയ്യോ. തുന്തുടു 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 തുന്തുടു. ഇതാണ് ഇവൻ്റെ അമ്മ. പാല് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓടിയതാണ്. അപ്പോൾ അവനും എൻ്റെ പുറകിന് ഓടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നു. ഇവനെന്തോ തിരിച്ചിങ്ങി പോകുന്നു. ഇപ്പോൾ ആ ഒരു അതുവഴിയെല്ലാം ദിവസം ഈ പട്ടി രാവിലെ എല്ലാം ട്രെയിനിങ് ആണ്. അങ്ങനെ ഇപ്പോൾ ആ പട്ടിക്കുഞ്ഞ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ വരും. അപ്പോൾ അത്രയും ട്രെയിനിങ് ആയി. ഇനി അധികം വൈകാതെ ഇവർ ഇവിടുന്ന് സ്ഥലം വിടുമെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ നട്ടിട്ടുള്ള എൻ്റെ കൃഷി, എൻ്റെ ഗ്രോ ബാഗുകളെല്ലാം ഇത് കടിച്ച് പറിച്ച് കളയും. ഇതൊക്കെയാണ് ഇവൻ്റെ കുസൃതികൾ. അയ്യോ, ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പട്ടിക്കുട്ടിയുടെ പേര് ടുട്ടു എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. ടുട്ടു പട്ടിക്കുട്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ പപ്പീസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഒരു ലോക്കലായിട്ട് കിടന്നൊരു പട്ടിക്കുട്ടിയാണ്. പട്ടിയാണെങ്കിലും അതൊരു ജീവനല്ലേ അല്ലേ? എന്തോ എനിക്ക് അതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അതിന് എപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമെന്ന് അറിയത്തില്ല. എവിടുന്നോ വന്നു, എവിടുന്നോ അത് എങ്ങോട്ടോ പോകുന്നു. അപ്പോൾ അത്രയും നാൾ നമ്മൾ അതിനെ ഒന്ന് കെയർ ചെയ്തു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഈ ജീവജാലങ്ങളോടും ഒക്കെ നമ്മൾ എപ്പോഴും കരുണയുള്ളവരായിട്ടിരിക്കുക. നമ്മുടെ കൂട്ട് തന്നെ എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പപ്പീസിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്